എടാ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ലോസ് സാന്റോസിലെ 3 ദിവസത്തെ ഹെലികോപ്റ്റർ ട്രെയിനിങ് പ്രോഗ്രാമിലായിരുന്നു. എനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയാം, ബട്ട് എപ്പോഴും ലാൻഡിങ് തെറ്റും. അതെ, ഞാൻ എപ്പോൾ ലാൻഡ് ചെയ്താലും ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിങ് തെറ്റും. എന്തായാലും 3 ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ പവർ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ലൈക്ക് 3 ദിവസം ഞാൻ ട്രെയിനിങ് ചെയ്തിട്ട് ലാൻഡിങ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഹെലികോപ്റ്റർ ഓടിക്കാൻ സീനാ. ഞാൻ താഴെ ഇറക്കട്ടെ. ഇതിപ്പോൾ എൻ്റെ വീട് ഇവിടെ ഫ്രണ്ടിലുണ്ട്. ഇതാ ഫ്രണ്ട് എവിടെ പോയോ? നോ നോ നോ. എടാ ആകെയുള്ള ഒറ്റൊരു ഹെലികോപ്റ്ററാണ്, ഇതുകൊണ്ട് ഇടിക്കരുത്. വെയിറ്റ്, എൻ്റെ വീടിൻ്റെ അവിടെ എന്താടാ? എടാ അതെൻ്റെ വീട്. അവിടെ എന്തോ കണ്ടെയ്നേഴ്സ് ഒക്കെ കാണുന്നു. എടാ എന്താ സംഭവം? വെയിറ്റ്, താഴെ ഇറക്കട്ടെ. ഈ ഹെലികോപ്റ്റർ ലാൻഡിങ് ചെയ്യുന്നത് സീനാണ്, പക്ഷേ എന്നെ കൊണ്ടാവും. ഞാനിതിപ്പോൾ ലാൻഡ് ചെയ്യാം. എന്തോ ഉണ്ട് ഇവിടെ, എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ വീട്ടിൻ്റെ മുകളിൽ ആരോ എന്തോ പണിതിട്ടിട്ടുണ്ട്. ഇതെന്താ സാധനം? കുറേ കണ്ടെയ്നറും എന്തോ ഒരു വലിയ സാധനം എന്തോ കവർ ചെയ്ത് വെച്ച പോലെയുണ്ട് മൊത്തത്തിൽ. എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ? എന്തായാലും അടുത്ത് നോക്കാം. എന്തായാലും ഡോറ് വല്ലതും ഉണ്ടോ ഉള്ളിൽ കയറാൻ? ഉള്ളിലോട്ട് എടാ ഇതൊന്ന് അറക്ക്. ലാൻഡിങ് 3 ദിവസം കൊണ്ട് പഠിച്ചെടുത്ത് മറന്നു. വെയിറ്റ്, കാണാൻ പറഞ്ഞില്ല ലാൻഡിങ്ങിൽ ഞാൻ സീനാന്ന്. ഒരു 10 മിനിറ്റ് ഓടിച്ചെടുക്കാൻ പഠിച്ചെങ്കിലും കറക്റ്റ് ലാൻഡ് ചെയ്തു. ഓക്കെ, ഇതെന്താ നോക്കാം. എടി ഈ സാധനം ഇതിപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് കയറണം. ഇതെങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്? എന്താന്ന്? വെയിറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കാം. വല്ല ഡോറും ഉണ്ടാവും എവിടെയും. ഡോറും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതുവഴി കയറാം. ഇവിടെ എടീ ഇതെന്ത്? ഇവിടെ ഒരു സ്റ്റെപ്പ് കണ്ടാ? ഒരു ബിൽഡിങ് ഇവിടെ, വേറൊരു ബിൽഡിങ് ഇവിടെ, അതിന് സ്റ്റെപ്പ് ഇവിടുത്തോളാം. എൻ്റെ അതവിടെ ഒരു ഡോറ്. ഓക്കെ, എനിക്കിപ്പോൾ മനസ്സിലായി. ഇതിൻ്റെ ഡോറാണ് ഈ ഡോറ്. പക്ഷേ ഈ ഡോറ് എയറിലാണ്. അപ്പോൾ ഈ ഡോറ് തുറന്നാൽ നമ്മളെങ്ങോട്ടാണ് കയറുക? എനിക്ക് തോന്നുന്നു എന്തോ മാജിക്ക് നടക്കാൻ പോവാന്ന്. ഞാൻ ഈ ഡോറ് തുറന്നു കഴിയുമ്പോൾ ഞാൻ ഏതോ ഒരു സ്ഥലത്തെത്തും. അങ്ങനെ അവിടെ മൂക്കിടിച്ച്. ഓ മാൻ, ഫ്രാങ്ക്ലിൻ്റെ മൂക്ക് കണ്ടോ അപ്പോൾ ചതിഞ്ഞ്. ഓക്കെ, എന്തായാലും ഉള്ളിലോട്ട് കയറും. ഓക്കെ, എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റുന്നുണ്ട്. ഈ സ്റ്റെപ്പ് കയറണം, താഴോട്ട് വീഴരുത്. എന്ത് ഹൈറ്റാ നോക്ക്. ചായ വേണം, ഞാൻ ചത്തു. ഡോർ ഓർക്കാം. എന്നിട്ട് എന്താ മാജിക് നോക്കാം. എനിക്കറിയില്ല. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കുറേ ദിവസമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് വീട്ടിൽ. എന്തായിരിക്കും എന്ത് ഇന്നത്തെ എന്നറിയില്ല. ഇതൊക്കെ ആരെ പണിതിടുന്നതാ? ഇതൊക്കെ ഡോർ ഓർക്ക്. ഈ ഡോർ തുറക്കുന്നില്ലല്ലോ. എന്താ എനിക്ക് തോന്നി ഈ ഡോറ് തുറന്നാലേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഇവിടെ ഡോറ് വെക്കേണ്ട ആവശ്യമില്ല. ഇതെന്തോ മാജിക്കലായ സംഭവം. ഇത് തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമായിരിക്കും. ഇത് തുറക്കാം. ഇത് വെച്ച് ആക്കിയ ഡോറേ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഗണ്ണ് വെച്ചിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്ത് പൊട്ടിക്കാൻ. എന്തായാലും കൈ വെച്ചിട്ടാവുന്നില്ല. അതുകൊണ്ട് ഗണ്ണ് വെച്ചിട്ട് ഈ ഡോറ് പൊട്ടുന്നുണ്ട്. തുറക്ക്. തുറന്നു ഒന്ന് ഫിസ്റ്റ് വെച്ച് ട്രൈ ചെയ്യട്ടെ. ഫിസ്റ്റ് വെച്ച് എടീ ഡോറ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കി. ഇത് തുറക്കാനേ പറ്റുന്നില്ല. മിസൈൽ ഉപയോഗിക്കാം. ഇനിയൊന്നുമില്ല, മിസൈൽ ഉപയോഗിക്കാം. മിസൈൽ RPG ഡോറെ ബൈ ബും. തീയത്തുന്നു. പടി തുറക്കാം. വെയിറ്റ്, തീ കത്തുന്നുണ്ട്. പക്ഷേ ഈ ഡോറ് ശരിക്കും കത്തിപ്പോണ്ട. ഇത് ഡോറിൻ്റെ അപ്പുറത്തല്ലേ എനിക്ക് തോന്നുന്നു. ഞാൻ ഏതോ ഒരു ഇത് കവറാണല്ലോ. ഇതെന്തോ ഒരു കവറാ. ലൈക്ക് ഇതിന് തീയിട്ട് കഴിഞ്ഞ് ഇത് കത്തും. എനിക്ക് ഉൾഭാഗം ചെറുതായിട്ടാണോ? എന്തോ ഉണ്ടാ. ഇപ്പം മനസ്സിലായി. ഇതൊരു ബങ്കറാണ്. ലൈക്ക് ബങ്കറിൻ്റെ മുകളിലൊരു കവറിങ് ചെയ്യും. ആ കവറിങ് ചെയ്ത് ഒളിപ്പിച്ച് വെക്കും. ഇത് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. ആൻഡ് അത് വേറെ തന്നെ ഒരു സ്ഥലമായിരിക്കും അണ്ടർഗ്രൗണ്ടിൽ. അങ്ങനെയാണ് ഈ ബങ്കറുകൾ ബിൽഡ് ചെയ്യുക. സോ ഇത് ബങ്കർ പോലത്തെ ഒരു സംഭവമാണ്. ബട്ട് ഇത് മൊത്തം കളഞ്ഞാലേ എനിക്ക് ആ ബങ്കർ തുറക്കാൻ പറ്റൂ. ഈ ഡോർ ഓപ്പൺ ആവും തോന്നുന്നു. അപ്പോൾ ഇത് മൊത്തം കളഞ്ഞു നോക്കാം. ഡോർ ഓപ്പൺ ആക്കിയാലായിരിക്കും ഇത് മൊത്തം കളയാൻ പറ്റുക. എന്തായാലും ആട്ടെ, ഇതെന്തായാലും ഞാൻ തുറക്കാൻ പോവാം. തീയത്തിക്ക് ഇവിടെ തീയത്തുന്നുണ്ട്. ഇത് കവർ ഞാൻ പറഞ്ഞില്ല, ഈ കവർ മൊത്തം തീയത്തുന്നുണ്ട്. സോ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റും. നൈസായിട്ട് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റും. എല്ലാം കത്ത്, മൊത്തത്തിൽ കത്ത്. തീ സ്പ്രെഡ് ആവുന്നുണ്ട്. സീൻ. ഓക്കെ, മൊത്തം തീ സ്പ്രെഡ് ആവട്ടെ. ഒരു ബോംബും കൂടി ഇട്ട് കൊടുക്കാം. ഇത് തുറന്ന് കിട്ടിയാൽ മതി. ഓക്കെ, ഫുള്ള് ബോംബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കമോൺ ബം പോയി. ഓക്കെ, പൊട്ടുന്നുണ്ട്. ഇപ്പം മൊത്തം അവിടെ തീ സ്പ്രെഡ് ആവും. എനിക്കിതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ പറ്റും. ഫുള്ള് തീയെന്ന് തോന്നുന്നു. മൊത്തം പുക പോകുന്നുണ്ട്. വെയിറ്റ്, മേളിൽ കയറാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പ്ലാസ്റ്റിക് മൊത്തം കത്തിന്നാ തോന്നുന്നത്. പക്ഷെ എങ്ങനെ മേളിൽ കയറാം? ഓക്കെ, സെറ്റ്. ഈ കണ്ടെയ്നർ വെച്ചത് ഈസി. എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റും. തീ കത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറിനൊന്നും പറ്റിയില്ലടാ. ഇത് എന്താടാ സാധനം? ഇത് എന്നെ കൊടുത്തോ. ഇതെന്താ സാധനം? ഇവിടെ ഒരു പേപ്പർ. ഇത് ഇന്നലെ സംഭവിച്ച അതേപോലെ. ലൈക്ക് നേരത്തെ ഇന്നലെ അവിടെ ഒരു സാധനം ഉണ്ടായിട്ട് അത് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുറന്നത് ഈ പേപ്പർ എന്താ നോക്കട്ടെ, എടുത്തു നോക്കട്ടെ. ഓക്കെ, ഈ പേപ്പറിൻ്റെ കയ്യിലുണ്ട്. ഇതെന്താ എഴുതി വെച്ചേക്കുന്നത്? ബോയ്. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് Goal 1 ഓപ്പൺ ദ ഡോർ. ടു ഓപ്പൺ ദ ഡോർ പോലീസൊക്കെ ഇവിടെ എത്തിയാ. ഓക്കെ, ടു ഓപ്പൺ ദ ഡോർ Goal 1 ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് ഹെലികോപ്റ്റർ ഓൺ മൂവിങ് ട്രെയിൻ. മാൻ,
എടി ഈ പേപ്പറിന് എങ്ങനെ കറക്റ്റ് അറിയാം എനിക്ക് ലാൻഡിങ് അറിയൂലെന്ന്. അത് തന്നെ ടാസ്ക് തന്നു. സോ എനിക്ക് ആ ഡോറ് തുറക്കാൻ വേണ്ടി ഇതാ ഈ കാണുന്ന ഡോർ തുറന്നാൽ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. ഇത് മൊത്തം എന്തെങ്കിലും ആവുമായിരിക്കും. മാജിക് കാണാൻ പറ്റും. താവണ് മുകളിലോട്ട് പോകണം. എൻ്റെ ഹെലികോപ്റ്റർ മുകളില. എടാ ഞാനിത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? മേളിക്കറ്. എടാ എന്നെ പിടിക്കാനാണെങ്കിൽ താഴെ ഓഫീസേഴ്സ് ഉണ്ട്. എന്നിട്ട് മണ്ടൻ ഞാൻ കറക്റ്റ് ഓഫീസറിൻ്റെ ഫ്രണ്ട് വന്നു വെയിറ്റ് ഇയാളെ കൊല്ല ബം ബം. എടാ എടാ ഞാൻ കത്തി വെച്ച് അയാൾ ഗണ്ണ് വെച്ച് തന്നെ തല്ലി. ഓക്കെ എന്തായാലും ടാസ്ക് ഗോൾ 1 ചെയ്യുക. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഓൺ മൂവിങ് ട്രെയിന് ഹെലികോപ്റ്റർ. പേപ്പർ അവിടെ ഉണ്ട്, പേപ്പറിൻ്റെ ഉണ്ട്. സോ ഇത് കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് പോകാൻ പറ്റും. എനിക്ക് എന്താ ഇത് തുറന്ന് കിട്ടി, ഡോർ തുറന്ന് കിട്ടും. സോ പോ ഇതാവില്ല. ഹെലികോപ്റ്റർ എടുക്കുക. എടാ എൻ്റെ ഹെലികോപ്റ്റർ എന്തിനാണ് ഞാൻ എടുക്കുന്നത്? എടാ എൻ്റെ ഹെലികോപ്റ്റർ പുതിയ ഹെലികോപ്റ്റർ. എനിക്കാണ് ലാൻഡിങ് അറിയാമല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിച്ച് കഴിഞ്ഞ് 3 ദിവസം തന്നാലും എന്നെ കൊണ്ടാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് നെയ്ബറിൻ്റെ ഹെലികോപ്റ്റർ എടുക്കാം. നെയ്ബറിൻ്റെ വീട്ടിലൊരു ഫ്രണ്ടിലൊരു ഹെലികോപ്റ്റർ ഉണ്ട്, അതെടുക്കാം. നെയ്ബറിൻ്റെ വീട്ടിലത്തെ ഫ്രണ്ടിൽ ഹെലികോപ്റ്റർ എടുക്കുക. ഇവന്മാരെ കൊണ്ട് എടാ എൻ്റെ ലൈഫ് കളല്ലേ ബ്ലഡി ഫുൾസ്. വെയിറ്റ് അവന്മാരെ കൊന്നു. എടാ മണ്ടന്മാരുടെ അവരുടെ വേറെ പവർഫുൾ ഗണ്ണുണ്ട്. എന്നിട്ട് അത് വെച്ച് തന്നെ ഷൂട്ട് ചെയ്യുന്നു പിസ്റ്റൽ വെച്ചിട്ട്. നമ്മൾ ഈ നെയ്ബറിൻ്റെ ഗണ്ണുണ്ടെന്ന് ഞാൻ വിചാരിച്ച. പക്ഷെ ഗണ്ണല്ല, ഹെലികോപ്റ്റർ ഇവിടെ. എടാ ഈ നെയ്ബറിൻ്റെ ഹെലികോപ്റ്റർ ഇല്ലടാ. എടാ ഈ നെയ്ബറിൻ്റെ ഹെലികോപ്റ്റർ ഇല്ല, അപ്പുറത്തെ നെയ്ബറിൻ്റെ ഉണ്ടാവും. സോ അതാ ആ വീട് കണ്ടാ അവിടെ നെയ്ബറിൻ്റെ ഹെലികോപ്റ്റർ ഉണ്ടാവും, അതെടുക്കാം. ഈ നെയ്ബറിൻ്റെ വീട്ടിൽ കാണാനില്ല. എടാ ഈ പോലീസ് ഓഫീസറാണെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഹെലികോപ്റ്റർ കിട്ടുന്നില്ല. വാട്ട് അതവിടെ ഹെലികോപ്റ്റർ. എടി ഇവന്മാർ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ ലൈഫ് കുറച്ചുണ്ട്, അതുകൊണ്ട് നേരെ ആ ഹെലികോപ്റ്ററിൽ കയറാം. എടി ഇത് ആരുടെ ഹെലികോപ്റ്റർ? ഈ പുതിയ ടീംസിൻ്റെ തോന്നുന്നു, പുതിയ ഫാമിലി മറ്റേ വഴിയുണ്ട്. സോ ഇവരുടെ തോന്നുന്നു. എടുക്കാം വൈറ്റ് കളർ ഹെലികോപ്റ്റർ. എന്തായാലും ഞാൻ തിരിച്ച് കൊണ്ടുത്തരാം കേട്ടോ. ഓക്കെ ആരും പേടിക്കണ്ട. എടി ഇത് മുകളിലോട്ട് പോവോ? ഇടിക്കല്ല. എൻ്റെ ഹെലികോപ്റ്റർ എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഞാൻ എസ്കേപ്പ് ആയി. സോ ഫസ്റ്റത്തെ ഗോൾ ആ പേപ്പറിൽ പറഞ്ഞത് ലാൻഡ് ഹെലികോപ്റ്റർ ഓൺ മൂവിങ് ട്രെയിൻ. ഓക്കെ ഇതാണ് എൻ്റെ ഹെലികോപ്റ്റർ. ഞാൻ ഇതാണ് മൂവിങ് ട്രെയിനിൽ കൊണ്ടുപോയി ഇറക്കാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്കൊരു മൂവിങ് ട്രെയിൻ കണ്ടുപിടിക്കണം. സോ റെയിൽവേ ട്രാക്കിലേക്ക് പെർഫെക്റ്റ് ടൈമിങ്. ഇത് ട്രെയിൻ ഇവിടെ ഞാനിവിടെ എത്തിയതും ട്രെയിൻ വെയിറ്റ് എനിക്ക് അതിന് ചേസ് ചെയ്യണം. ആ ട്രെയിന് ചേസ് ചെയ്യണം. ഓ വാട്ട് എടുത്തത് കുഴിയാണല്ലോ. സോ ഇവിടെ തന്നെ എനിക്ക് ലാൻഡ് ചെയ്യണം. ഇവിടുന്ന് തന്നെ ആടടി ഇതെങ്ങനെ ലാൻഡ് ചെയ്യുക? എയർപ്ലെയിനെ ട്രെയിനിനെ ഫോളോ ചെയ്യണം. ട്രെയിനെ ഇറങ്ങിയിട്ട് ഫോളോ ചെയ്യാതെ വിചാരിച്ചാൽ ആ ടണലിൽ കൂടി നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പാത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ട്രെയിൻ ഒരു സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങും എന്തായാലും. സോ നേരെ അങ്ങോട്ട് പോവാം. അതാ ഈ മാപ്പിൽ കാണുന്ന സൈഡിൽ മാപ്പ് കണ്ടാ. സോ മാപ്പിലേക്ക് കൂടി എന്തായാലും ഇത് പോകുന്നുണ്ട്. എവിടെയെങ്കിലും ഇവരെ കാണാൻ പറ്റും. നേരെ പോവാ. എടാ ഞാൻ കറക്റ്റ് കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ഇതാ ഫ്രണ്ടിൽ തന്നെ ഒരു ട്രെയിൻ വരുന്നത്. യെസ്. എടാ എനിക്ക് ഇതിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്താൽ മതി. സോ ഇത് പോകാൻ വിടരുത്. കറക്റ്റ് ലാൻഡ് ചെയ്യണം. എങ്ങനെയായിരുന്നു ലാൻഡ് ചെയ്യുക? എൻ്റെ ഹെലികോപ്റ്റർ എടുത്തോട്ട് പോകണം മിസ്റ്റർ. വാട്ട് എടാ ഞാൻ ലാൻഡ് ചെയ്തായിരുന്നു ചെറുതായിട്ട്. ഡേ ഒന്ന് നിൽക്കുമോ? ഒന്ന് ട്രെയിൻ നിർത്തുമോ? ഈ ട്രെയിനൊന്നും നിർത്തുകയില്ല. ലോസ് ആൻഡോസത്തെ ട്രെയിനാണ്, ഒരിക്കലും നിർത്തൂല. വെയിറ്റ് വാട്ട് അടയ്ക്കും. എൻ്റെ ഹെലികോപ്റ്ററിന് ഇടിക്കല്ലേ? എൻ്റെ അല്ല, അതുകൊണ്ടാണ്. വെയിറ്റ് എടാ എന്നെ ഇടിച്ചോണ്ട് കൊണ്ടുപോകുന്നടാ. എടാ ഇതെങ്ങനെയാണ് ലാൻഡ് ചെയ്യുക? എങ്ങനെ ലാൻഡ് ചെയ്യുക? കറക്റ്റ് കണ്ടെയ്നറിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യുക. കമോൺ വാട്ട് ഇടിക്കല്ലേ. ഓക്കെ ഈ പ്രാവശ്യം കിട്ടും. കണ്ടെയ്നറിൻ്റെ മുകളിൽ കറക്റ്റ് ലാൻഡ് ചെയ്യാൻ പോയേ. ഇത് താഴോട്ടിറക്കണം. ഞാൻ ഇത്ര നേരം ഓക്കെ ഇത് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുള്ള ഇത് ഭാഗമുണ്ട്. ഈ ഭാഗത്ത് എനിക്ക് നിർത്താൻ പറ്റുമെന്നാ തോന്നുന്നത്. എന്നെക്കൊണ്ട് പറ്റുമെന്നാ തോന്നുന്നത്. ഇറക്ക് നിർത്ത്. വെയിറ്റ് കമോൺ ലാൻഡ്. ഓ മാൻ 2 ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ പവർ കാണിച്ചു കൊടുക്ക്. എടാ ഞാൻ ലാൻഡ് ആയിരുന്നു. ഒന്നുകൂടെ ലാൻഡ് ചെയ്യാം. കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാം. ഓ പെർഫെക്റ്റ്. ആൻഡ് ദാറ്റ്സ് വാട്ട് വി ഗോ പെർഫെക്റ്റ് ലാൻഡിങ്. ആ ട്രെയിനിൽ ലാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹെലികോപ്റ്റർ. ഞാൻ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ, ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞല്ലേ 3 ദിവസത്തെ ട്രെയിനിങ്ങിൽ. വെയിറ്റ് പേപ്പറിൽ എന്തോ എഴുതി വന്നു. യുവർ ഡോർ ഈസ് ഓപ്പൺഡ്. ഓ പോയി. എടാ ഡോർ ഓപ്പൺ ആയിരുന്നു. ഇപ്പം എങ്ങനെ പോവുക? ഒരു വണ്ടി വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ. എടാ ഡോർ അറ്റ് ലാസ്റ്റ് എനിക്ക് ഓപ്പൺ ആക്കി. ഞാൻ ആ ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്തുകൊണ്ട് ഇടിക്കല്ലേ. വെയിറ്റ് ഓ പോയി. ഒന്നിറങ്ങോ? ഹലോ മിസ്റ്റർ, ഒന്ന് കാർ തരുമോ? കാർ തരുമോ? ഓക്കെ അവിടെ ഇരുന്നോ, ഞാൻ കാർ കൊണ്ടുപോവുക. ഓക്കെ ഈ കാർ എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഈ കാറിൻ്റെ ഓടാത്ത ഓടുന്നുണ്ട്. ഓക്കെ ഇതെടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. ആ ബങ്കർ ഓപ്പൺ ആയി എന്നാ പറഞ്ഞത്. ബങ്കറിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എനിക്കറിയില്ല. എന്താണെങ്കിലും ഇന്ന് എനിക്കത് സ്വന്തം. നേരെ അങ്ങോട്ട് പോവാ. എടാ ഇതാ ഡോർ ഓപ്പൺ ആയി. അവിടെ ഡോറില്ല. വീട്ടിൽ മേളിക്കറ. എടാ ഡോർ ഇല്ലടാ, ഡോർ ഓപ്പൺ ആയി. ഓ പോയി. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഷീറ്റൊന്നും കാണുന്നില്ല. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ എന്താ? ഇതിൻ്റെ ഉള്ളിലോട്ട് ചാടാം. ചാവല്. വാട്ട്? എടി ഈ ബങ്കറിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. എടി ഇത് ബങ്കർ അല്ല.
ഞാനപ്പം ഇന്നെന്തിനത് കഷ്ടപ്പെട്ട് അതെന്താ സ്വിച്ച്? എടാ ഞാൻ ഇന്ന് വെറുതെ തുറന്നത് ഈ ഒരു സ്വിച്ച് കാണാനാ. ഇത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഈ സ്വിച്ച് ഞാൻ അടിച്ച് പൊട്ടിക്കും. അടിക്ക് പഞ്ച് എടുക്കും ഇവിടെ. ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാം, ഈ സ്വിച്ച് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാം. ഇനി ഈ സ്വിച്ച് ഇവർക്ക് ഇത് വേണമല്ലേ? ബും ബും ബും. എടാ എന്താ നടക്കുന്നത്? എടാ ഞാനിത് എങ്ങോട്ടാ പോകുന്നത്? എടാ ഞാനിത് എങ്ങോട്ടാ വീണത്? ഇതെന്താ? എടാ ഇതാണോ ബങ്കർ? ആ സ്വിച്ച് നോക്കിയപ്പോൾ ഞാനിങ്ങനെ അണ്ടർഗ്രൗണ്ടിലോട്ട് വീണൊരു ബങ്കറിലേക്ക് വീണ. ഡോറൊന്നും ഇല്ലല്ലോ, അതെന്താ? എടാ കാറ്. എടാ എൻ്റെയും ബങ്കറിൽ കാറ്. ബട്ട് എനിക്കിത് എങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് അറിയില്ല. പക്ഷെ ആ സ്വിച്ച് നോക്കിയപ്പോൾ ഞാൻ ഉള്ളിൽ കയറി. ആൻഡ് ഇത് ഇവിടെ 2 കാറ് 3 കാർ. എൻ്റെ മോനയുടെ ഗോൾഡ് ബോയ്. എടാ എനിക്ക് കുറേ ഗോൾഡും കിട്ടി, 3 കാറും. എടാ ഇതെല്ലാം എൻ്റെ സ്വന്തം. കാരണം ഞാനാണ് ഈ ബങ്കർ കണ്ടുപിടിച്ചത്. ബട്ട് ഒരു ചെറിയ പ്രോബ്ലം, ഞാൻ ബങ്കറിലേക്ക് വന്നത് ഡോറ് വഴിയല്ല, സ്വിച്ച് വഴിയാണ്. ഇനി ഞാനെങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകും? എടാ ഞാൻ ഈ ബങ്കറിൽ ട്രാപ്പായോ? അടുത്ത വീഡിയോയിൽ ഈ ബങ്കർ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പോവാ. സോ ലൈക്ക് അടിച്ചേക്ക്. ഇന്നത്തേക്ക് ബൈ.